ഈദ് മുബാറക്. ആമി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ രേണുകൻ വളവനാട് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. സുജയ്ക്കും പ്രത്യേക ആശംസകൾ. ഷൗക്കത്ത് ജയിക്കുവോ സ്വരാജ് എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിലമ്പൂരിൽ നിന്ന് തന്നെ പോകാം. നിലമ്പൂരിൽ എങ്ങും പെരുന്നാൾ ആഘോഷ തിമിർപ്പാണ്. പെരുന്നാളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മൈലാഞ്ചി ഇടൽ. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടെ കൈയും നീട്ടിവെച്ച് മൈലാഞ്ചി ഇടുമ്പോൾ ആ ഡിസൈനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന മനോഹരമായ കാഴ്ച, ആ കാഴ്ച കാണാൻ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജുമെത്തി. സാനിയോ മനോമിയുടെ റിപ്പോർട്ട്. അപ്പോൾ പെരുന്നാൾ വൈകുന്നേരമാണ്. എടക്കര പാർലയിലുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഷമീമയുടെ വീട്ടിൽ അവിടെ വളരെ ആഘോഷപൂർവ്വം ഇങ്ങനെ മൈലാഞ്ചി ഇടുകയാണ് എല്ലാവരും. പെരുന്നാൾ വൈകുന്നേരങ്ങൾ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി നേരങ്ങൾ കൂടിയാണ്. അവിടേക്ക് സ്ഥാനാർത്ഥി വരുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇവർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നത്. അല്ലേ? മൈലാഞ്ചി ഇട്ട് കഴിയാറായോ? സ്ഥാനാർത്ഥി വരുന്നുണ്ടല്ലേ? അപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി കൂടി എത്തുന്നു. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്തൊക്കെയുള്ള പെരുന്നാൾ ഓർമ്മകൾ, അടുത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവുമല്ലോ, സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. എങ്ങനെയാണ് ഓർമ്മകളൊക്കെ? തീർച്ചയായും എല്ലാ ആഘോഷങ്ങളും നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ സെക്കുലറായ അന്തരീക്ഷത്തിലാണ്, ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തിലാണ് എല്ലാ ആഘോഷങ്ങളും നടക്കാറുള്ളത്. എല്ലാ വിഭാഗം ആളുകളും ഒന്നുചേരുന്ന സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തിരതല്ലുന്ന വേളകളാണ് എല്ലാ ഉത്സവങ്ങളും. ഇന്നിപ്പോൾ വലിയ പെരുന്നാൾ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ ഇങ്ങനെ ആർത്തിരമ്പുന്ന ഒരു ഘട്ടത്തിലാണ്. എങ്കിലും പെരുന്നാൾ ദിവസം പര്യടന പരിപാടികൾക്ക് അവധി കൊടുത്ത് പെരുന്നാളിൻ്റെ ഭാഗമാവുകയാണ്. ഇവിടെ ഇവരോടൊപ്പമാണ് ഇന്ന് നമ്മളിവിടെ ഈ മൈലാഞ്ചി വളരെ പരിചയസമ്പന്നയായ ഒരു കലാകാരിയുടെ കരവിരുതോടെയാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പെരുന്നാൾ സംബന്ധിച്ചിടത്തോളം സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാറ്റിനുമുപരി സ്നേഹത്തിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും എല്ലാം ആഴം പ്രഖ്യാപിക്കുന്ന ഒരു ഉത്സവവേള കൂടിയാണ്. എല്ലാവർക്കും ഹൃദയംഗമമായ പെരുന്നാൾ ആശംസകൾ. ഇല്ല, ഇടാൻ പോവാണ്. ഇടാൻ കാത്തിരിക്കുകയാണ്. മാമ വന്നപ്പോ സന്തോഷമായോ? അവന് കാണിച്ചു കൊടുക്കണോ? അല്ലേ? കാണിച്ചു കൊടുക്കണോ? കുഞ്ഞുങ്ങളെല്ലാവരും വലിയ സന്തോഷത്തോട് തന്നെ മൈലാഞ്ചി ഇടുന്നു. അവിടേക്ക് സ്ഥാനാർത്ഥി എത്തിയതിൻ്റെ കൂടെ സന്തോഷമുണ്ട്. ഏതായാലും ഈ പെരുന്നാൾ ദിനം എന്ന് പറയുന്നത് വലിയ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും മൈലാഞ്ചി ചുവപ്പിൻ്റെയും ഒക്കെയാണെന്നാണ് സ്ഥാനാർത്ഥിയും പറഞ്ഞത്. ഒരു കുഞ്ഞ് ഏതായാലും വലിയ ആഹ്ലാദത്തോട് തന്നെ ഈ നാട് മലപ്പുറം ഒരു വലിയ പെരുന്നാളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.